മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ അല്ലെങ്കിൽ അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുക എന്നുള്ള ലക്ഷ്യവുമായി മുദ്രാവാക്യവുമായാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അദ്ദേഹം ചെയ്യുന്ന പല കാര്യങ്ങളും. സുഹൃത്ത് രാജ്യമായ ഇന്ത്യയുടെ വരെ 100-ലധികം ആൾക്കാരെ കയ്യാമം വെച്ച് വിലങ്ങ് വെച്ച് മിലിറ്ററി പ്ലെയിനിൽ തിരിച്ച് ഇന്ത്യയിൽ കൊണ്ടാക്കാൻ നമ്മൾ കണ്ടതാണ്. ഇന്ത്യയിൽ അത് വലിയ പ്രതിഷേധത്തിനിടയാക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ലോകത്ത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അതായത് നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായിട്ട് ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗാസയിൽ. ഈ ഗാസയെ അമേരിക്ക ഏറ്റെടുക്കും എന്നാണ് ട്രംപ് ഈയിടെ പറഞ്ഞത്. അമേരിക്ക ഏറ്റെടുക്കുന്ന എന്തിനാണെന്നൊരു ന്യായം അദ്ദേഹം പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ആകെ ഗാസ തകർന്നു കിടക്കുകയാണ്. ഗാസ താമസ യോഗ്യമല്ല. ഗാസയിൽ ഉള്ള ഒരു കെട്ടിടം പോലും പൊളിയാത്തതായിട്ടില്ല. ഒപ്പം അവിടെ പൊട്ടാത്ത ഒരുപാട് ബോംബുകളും ലാൻഡ് മൈനുകളും ഉണ്ട്. അവിടെ രോഗം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവിടെ വന്ന ആൾക്കാർ താമസിച്ചാൽ അത് അവർക്ക് വലിയ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് തൽക്കാലം ഗാസയിലുള്ള 23 ലക്ഷം ജനങ്ങൾ തൊട്ടടുത്തുള്ള ഈജിപ്ത്, അതുപോലെ ജോർദാൻ പോലുള്ള രാജ്യങ്ങളിലും മറ്റ് അറബ് രാജ്യങ്ങളിലേക്കും തൽക്കാലത്തേക്ക് കുടിയേറുക. അമേരിക്ക ഈ ഗാസയെ ഏറ്റെടുത്തിട്ട് ഗാസയെ ഒരു വലിയ ടൂറിസം കേന്ദ്രമായിട്ട് മാറ്റും. അതിനുശേഷം ഈ ഗാസ നിവാസികൾക്ക് തിരിച്ചു വരാമെന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ 1948 പാലസ്തീൻ സ്പ്ലിറ്റ് ചെയ്ത് ഇസ്രായേൽ എന്നുള്ള രാജ്യം ഉണ്ടാക്കുമ്പോൾ 7 ലക്ഷത്തോളം പാലസ്തീനികളാണ് അടുത്തുള്ള രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായിട്ട് പോയിട്ട് വന്നത്. ഇന്നും ആ രാജ്യങ്ങളിൽ അഭയാർത്ഥികളായിട്ടാണ് അവർ തുടർന്ന്. ഒരിക്കൽ പോലും അവർക്ക് തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല. അതുപോലെ പിന്നെ 1967 7 ദിവസത്തെ യുദ്ധം അല്ലെങ്കിൽ 7-day വാർ എന്ന് പറയുന്നൊരു സംഭവം നടന്നിട്ടുണ്ട്. അതിലും ഇസ്രായേൽ ജയിക്കുമ്പോൾ എത്രയെങ്കിലും പാലസ്തീനികൾക്ക് അഭയാർത്ഥികളായിട്ട് പലയിടങ്ങളിലേക്ക് പോയിട്ട് വന്നിട്ടുണ്ട്. അവരെയും തിരിച്ചു വരാൻ ഇതുവരെയും ഇസ്രായേൽ അനുവദിച്ചില്ല. ആ ഒരു ചരിത്രം മുൻനിർത്തി നോക്കിയാൽ ഈ ഗാസയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് ഇവർ കുടിയേറിയാൽ തൽക്കാലത്തേക്ക് കുടിയേറിയിട്ട് തിരിച്ചു വരാമെന്ന് പറയുന്നത് വെറും സ്വപ്നം മാത്രമായിരിക്കും. കാര്യം ജ്യൂസിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഗാസയും കൂടെ ഏറ്റെടുത്തിട്ട് അവിടെ ജ്യൂസിനെ കൊണ്ട് സെറ്റിൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ലക്ഷ്യത്തിൽ അലൈൻ ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തിരിച്ചു വരവൊന്നും പോസിബിൾ ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ അലയൻസ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള അറബ് രാജ്യങ്ങൾ, ഇപ്പൊ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം അതുപോലെ കുടിയേറണമെന്ന് പറഞ്ഞ ജോർദാനും ഈജിപ്തും എല്ലാവരും ഇതിനെ വിമർശിച്ചിരിക്കുകയാണ്. അതുപോലെ ഓസ്ട്രേലിയ പോലുള്ള അമേരിക്കയ്ക്ക് ഒപ്പം എല്ലാത്തിനും നിൽക്കുന്ന രാജ്യങ്ങൾ ഇതിനെ വിമർശിച്ചിരിക്കുകയാണ്.